ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഏറ്റവും മികച്ച ഓഫറുകൾ. Only at Regalia Golden Diamond, Chavakkad. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കിയ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. അടിയന്തര വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭ 27-ാം വാർഡ് കൗൺസിലർ VK സുജിത്ത് നടുത്തളത്തിലിരുന്ന് പ്രതിഷേധിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് BJP കൗൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. സ്വകാര്യ ലോഡ്ജിൽ നിന്നും മലിനജലം കാനയിലേക്ക് ഒഴുക്കിയതും തന്റെ വാർഡുമായി ബന്ധപ്പെട്ട ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കൗൺസിൽ യോഗത്തിൽ അജണ്ടകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 27-ാം വാർഡ് കൗൺസിലർ VK സുജിത്ത് രംഗത്തെത്തിയത്. മാലിന്യം ഒഴുക്കിവിട്ട വിഷയത്തിൽ ലോഡ്ജിനെതിരെയും വാഹനത്തിനെതിരെയും നിയമ നടപടി കൈക്കൊള്ളാൻ ഗുരുവായൂർ നഗരസഭ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർ ശോഭ ഹരിനാരായണനും രംഗത്തെത്തി. എന്നാൽ ഇന്നത്തേത് അടിയന്തര കൗൺസിൽ യോഗമാണെന്നും കൗൺസിലിലെ അജണ്ടകൾ ചർച്ച ചെയ്യട്ടെയെന്നും ചെയർമാൻ പറഞ്ഞതോടെ യോഗം ബഹളത്തിലായി. ഇതിനെതിരെ കൗൺസിലർ VK സുജിത്ത് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. പിന്നാലെ BJP കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ് എന്നിവർ ഇറങ്ങിപ്പോയി. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീയിൽ വർധനവ് വരുത്തിയതിലും ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പലിശ നിരക്കിൽ ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും UDF കൗൺസിലർമാർ യോഗത്തിൽ വിയോജനക്കുറിപ്പ് നൽകി. ഗുരുവായൂർ ദേവസ്വം അലക്ഷ്യമായി മാലിന്യം കത്തിക്കുന്ന വിഷയം നഗരസഭാ കൗൺസിലർ CS സൂരജ് യോഗത്തിൽ സൂചിപ്പിച്ചു. ബന്ധപ്പെട്ട ഭരണാധികാരികളുമായി ചേർന്ന യോഗത്തിൽ നിന്നുള്ള തീരുമാനം ദേവസ്വം നഗരസഭയെ അറിയിക്കുമെന്നും മാലിന്യം കത്തിച്ചതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം പോലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ അധ്യക്ഷനെയും ബന്ധപ്പെട്ട മുഖ്യ ഭരണാധികാരിയെയും വിളിച്ചു ചേർത്ത് ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അത്തരം കാര്യങ്ങൾ തീർപ്പാക്കി ഞങ്ങൾ നഗരസഭ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുള്ളത് കൊണ്ട് അവർ നടത്തിയ ഇടപെടൽ ന്യായീകരിക്കപ്പെടുന്നതല്ല. അവർ നടത്തിയ ഇടപെടലുകൾ, നടത്തിയ മാലിന്യം കത്തിച്ച നടപടി, അതിനെല്ലാം നിയമപരമായി നടപടികൾ ഗുരുവായൂർ നഗരസഭ സ്വീകരിക്കുന്നതുമാണ്. ലോഡ്ജിലെ മലിനജലം കാനയിൽ ഒഴുക്കിയ വിഷയത്തിൽ ഗുരുവായൂർ നഗരസഭ വാഹനം പിടിച്ചെടുത്തു എന്നത് ശുദ്ധ അസംബന്ധമായ പ്രചരണമാണെന്ന് ചെയർമാൻ പറഞ്ഞു. ചാവക്കാട് നഗരസഭ അവരുടെ വാഹനത്തിൽ മാലിന്യം കൊണ്ടുപോയി കാനയിൽ തള്ളുന്നത് ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തു എന്ന നിലയിൽ ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ശുദ്ധ അസംബന്ധം, ശുദ്ധ വിവരങ്ങൾ, ഏതോ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എഴുതിയ വാർത്തയുമാണ്. ബോധപൂർവം നടന്ന പ്രവർത്തനത്തെ ഒരു കൂട്ടം പേർ തടസ്സപ്പെടുത്തുകയായിരുന്നു. അവർ പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന വാഹനമാണിത്. ഇത് വലിയ ക്രമസമാധാന പ്രശ്നമാക്കി പോലീസ് വാഹനം കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകും. ഗുരുവായൂർ നഗരസഭയ്ക്ക് ഇതിൽ പരാതിയില്ല. ശുചീകരിച്ച വെള്ളം നിയമാനുസൃതം ഒഴുക്കിവിടുന്നത് തടസ്സപ്പെടുത്താൻ ആർക്കും അധികാരമില്ലെന്നും മലിനജലം ആണെങ്കിൽ അത് നഗരസഭ തടയുക തന്നെ ചെയ്യുമെന്നും ചെയർമാൻ പറഞ്ഞു. ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം നിയമാനുസൃതം ഒഴുക്കിവിടുന്നതിന് ഒരാൾക്കും തടസ്സപ്പെടുത്താൻ അധികാരമില്ല. അതേസമയം മാലിന്യമാണെങ്കിൽ അത് തടയും, കർശനമായ നടപടി സ്വീകരിക്കും. കേരളത്തെ മാലിന്യമുക്തമാക്കാൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം ആളുകളുടെ കയ്യിലെ പാവകളായി നഗരസഭയെ കിട്ടില്ലെന്നും ശുദ്ധീകരിച്ച വെള്ളമാണ് ചാവക്കാട് നഗരസഭ ഒഴുക്കിവിട്ടതെന്നും ചെയർമാൻ പറഞ്ഞു. ആളൂക്കാരൻ ജ്വല്ലറി, മുതുവട്ടൂർ,
ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് 925 സ്റ്റെർലിംഗ് സിൽവർ ഓർണമെന്റ്സ്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.